فبما نقضهم ميثاقهم وكفرهم بآيات الله وقتلهم الأنبياء بغير حق وقولهم قلوبنا غلف بل طبع الله عليها بكفرهم فلا يؤمنون إلا قليلا وبكفرهم وقولهم على مريم بهتانا عظيما وقولهم إنا قتلنا المسيح عيسى ابن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم وإن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن وما قتلوه يقينا بل رفعه الله إليه وكان الله عزيزا حكيما وإن من أهل الكتاب إلا ليؤمنن به قبل موته ويوم القيامة يكون عليهم شهيدا فبظلم من الذين هادوا حرمنا عليهم طيبات أحلت لهم وبصدهم عن سبيل الله كثيرا وأخذهم الربا وقد نهوا عنه وأكلهم أموال الناس بالباطل وأعتدنا للكافرين منهم عذابا أليما لكن الراسخون في العلم منهم والمؤمنون يؤمنون بما أنزل إليك وما أنزل من قبلك والمقيمين الصلاة والمؤتون الزكاة والمؤمنون بالله واليوم الآخر أولئك سنؤتيهم أجرا عظيما. നമ്മൾ ഈ യഹൂദരായ ആളുകളുടെ അവരുടെ ഈ മുഹമ്മദുർ റസൂലിനോട് അവർ പറഞ്ഞ വർത്തമാനത്തേക്കാൾ അതിഗുരുതരമായ വർത്തമാനം അവർ മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു തനിനിറം ഈ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് മുമ്പേ ഉണ്ടായത് എന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നേരത്തെ ദിനീ ആയത്തിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു വറഫഅന ഫൗഖഹുമു തൂറ ബി മീസാഖിഹിം വകുൽ എന്ന് പറഞ്ഞ്, അതായത് തൂർസീനയെ അവർക്ക് അതിഭയാനകമായ രൂപത്തിൽ അവർക്ക് മേലെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അവരുമായി മൂസാ നബിയുടെ കാലത്ത് അവരുമായി എടുത്ത കരാറ് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. ആ കരാറുകളെ ഫബിമാ നഖ്ളിഹിം ആ കരാറുകളെയൊക്കെ അവർ ബ്രേക്ക് ചെയ്തു, അവർ ലംഘിച്ചു കളഞ്ഞു, പൊട്ടിച്ചു കളഞ്ഞു. വ കുഫ്രിഹിം ബി ആയാത്തില്ല അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, മൂസാ നബി തന്നെ ഒരു ആയാത്താണ്, മൂസാ നബിയുടെ കയ്യാൽ സംഭവിച്ച നിരവധി മുഅ്ജിസത്തുകൾ ആയാത്താണ്, തൗറാത്തിലെ വചനങ്ങൾ ആയാത്താണ്. ഈ ആയത്തുകളെയൊക്കെ അവർ അംഗീകരിച്ചില്ല, അവർ തള്ളിക്കളഞ്ഞു അതിനൊക്കെ. തന്നെയുമല്ല വ ഖത്ലിഹിമുൽ അംബിയ നിരവധി പ്രവാചകന്മാരെ അവർ കൊന്നിട്ടുണ്ട്. ബൈബിൾ പ്രകാരം തന്നെ ധാരാളം പ്രവാചകന്മാരെ അവർ കൊന്നിട്ടുണ്ട്. നമ്മുടെ മുഫസ്സിരീങ്ങളൊക്കെ പറയും യഹ്യാ നബി, സക്കരിയ നബി പോലത്തെ പ്രവാചകന്മാരെ അവർ കൊന്നിട്ടുണ്ട്. ബി ഗൈരി ഹക്കിൻ യാതൊരു യാഥാർത്ഥ്യവും ബോധവുമില്ലാതെ. എന്തിനാണ് തങ്ങളിലേക്ക് അള്ളാഹു ഈ നിരന്തരം പ്രവാചകന്മാരെ അയക്കുന്നത്? എന്തിനാണ് അവർ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഇത്രയും വലിയ ത്യാഗങ്ങളൊക്കെ നടത്തി ഈ പ്രവാചകന്മാർ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്? ഇതെന്തിനാണ് അള്ളാഹു ഇങ്ങനെ മനുഷ്യരിലേക്ക് ഇങ്ങനെ വരുന്നത്? ഈ വക യാഥാർത്ഥ്യ ബോധങ്ങളെ ഒന്നും പരിഗണിക്കാതെ അവരുടെ താല്പര്യങ്ങൾക്ക് ഈ പ്രവാചകന്മാർ എതിരാണ് എന്നതുകൊണ്ട് മാത്രം ഈ പ്രവാചകന്മാർ പ്രവാചകന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ കൊന്നു.
എന്നിട്ട് അവർ പറഞ്ഞ വാക്കാണ് വ കൗലിഹിം, അവരുടെ വാക്ക്. ഈ പ്രവാചകന്മാരൊക്കെ വന്നിട്ട് അവരെ ഹിദായത്തിലേക്ക് ക്ഷണിച്ചപ്പോഴൊക്കെ അവർ ഈ പ്രവാചകന്മാർക്ക് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ കുലൂബുന ഗുൽഫുൻ, ഞങ്ങളുടെ മനസ്സുകൾ ഗുൽഫാണ് എന്നാണ്. ഗുൽഫ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വാള് ഇട്ട് വെക്കണ ഉറ എന്നാണ്. വാള് ഇട്ട് വെക്കണ ഉറ. വാളിൻ്റെ ഉറ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിത്രം കിട്ടി. ഈ വാളല്ലാത്തതൊന്നും അതിലേക്ക് കയറ്റി വെക്കില്ല. എന്തൊന്നാണോ നമ്മൾ അതിലേക്ക് വെക്കാൻ ഉദ്ദേശിച്ച ആ സാധനം മാത്രമേ അതിലേക്ക് കയറ്റി വെക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഖുർആനിൽ ഇവരെക്കുറിച്ച് പറയുമ്പോൾ 2 പ്രാവശ്യം മാത്രമേ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്നിനി അൽ ബഖറയിലാണ്, അത് നമ്മൾ കഴിഞ്ഞു പോയ പടത്തിലാണ്. ഇനി ഇവിടെ മാത്രമേ ഈ വാക്കുള്ളൂ. അപ്പോൾ അതിൽ സവിശേഷമായ ഒരു ചിത്രം കിട്ടാനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ എന്തൊന്നാണോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതിനപ്പുറമുള്ളതൊന്നും ഇനി അതിലേക്ക് ഞങ്ങൾ കയറ്റി വെക്കില്ല. വാളിൻ്റെ ഉറയിൽ വാള് മാത്രം കയറ്റി വെക്കുന്നത് പോലെ വേറെ നമ്മുടെ ബാഗ് പോലെ എല്ലാ തുണിയും കപ്പായൊന്നും ഈ വാളിൻ്റെ ഉറയിൽ ആരും കയറ്റി വെക്കില്ലല്ലോ എന്നതുപോലെ ഈ വാള് വെക്കുന്നത് പോലെ ഇതിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ ഞങ്ങൾ കയറ്റിയുള്ളൂ. ഇനി ഖുർആനല്ല തൗറാത്തോ നിങ്ങൾ ഹദീസോ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, ഞങ്ങൾ കയറ്റാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മളുടെ സമൂഹത്തിലേക്ക് നമ്മളൊന്ന് എടുത്തു വെച്ചിട്ട് ഇത് നോക്കിയാൽ നമുക്കും കാണാം ഇങ്ങനെ കുറേ സംഭവങ്ങൾ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഖുർആനോ ഹദീസോ തെളിവോ യുക്തിയോ ബുദ്ധിയോ എന്ത് കൊണ്ടച്ചാലും പറയുന്ന ഒരു വർത്തമാനമുണ്ട്. നമ്മുടെ ആളുകൾ ഞങ്ങളുടെ പൂർവികർ എന്താണോ ചെയ്തത് അതിനെ മാത്രമേ ഞങ്ങൾ പിൻപറ്റുള്ളൂ എന്ന്. അതാണ് ഈ ഗുൽഫ്. അതുതന്നെയാണ് ഈ ഗുൽഫ്. അതായത് ഇത്രയും പ്രവാചകന്മാർ ചെന്നിട്ട് ഹിദായത്ത് പരിചയപ്പെടുത്തിയ ഈ സമൂഹങ്ങളിൽ സംഭവിച്ച അതേ കാര്യം നമ്മളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്നും അങ്ങോട്ട് കയറ്റാൻ തയ്യാറല്ല. ഖുർആനാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഹദീസാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അത് യുക്തിയും ബുദ്ധിയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അതൊക്കെ കണ്ട് മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ ഈ പൂർവികമായ ഈ ആചാരത്തിനെ എന്താണോ കണ്ടു നടക്കുന്നത് അതിനെ വ ഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ. വ ഇദാ ഖീല ലഹും ഇത്തബിഉ, അവരോട് പിന്തുടരാൻ പറഞ്ഞാൽ മാ അൻസലല്ലാഹു, അല്ലാഹു ഇറക്കിയതിനെ പിന്തുടരാൻ പറഞ്ഞാൽ ഖാലൂ, അവർ പറയും നത്തബിഉ, ഞങ്ങൾ പിന്തുടരുക മാ അൽഫൈനാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പൂർവികൾ ഏതൊന്നിലാണോ ഞങ്ങളെ ഇണക്കി ചേർത്തത് അതിലാണ് ഞങ്ങൾ പിന്തുടരുള്ളൂ. നിങ്ങൾ ഈ പറയുന്നതിലൊന്നും ഞങ്ങൾ പിന്തുടരാൻ പോകുന്നില്ല. അതിന് പോയിക്കാൻ അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ ആ പൂർവികർ ഒന്നും ഗ്രഹിക്കാത്തവരും ഹിദായത്ത് ലഭിച്ചവരും ആയില്ലെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുമെന്ന്. ഇത് ഖുർആൻ ഒരുത്തി മാത്രം പറയുന്നതല്ല, പല സ്ഥലത്തും ചോദിക്കുന്ന ചോദ്യമാണ്. അത് നമുക്കും സംഭവിച്ചൊരു സംഭവമാണ്. നമ്മളുടെയും മനസ്സിപ്പോൾ ഗുൽഫാണ്, അതായത് നിറഞ്ഞു നിൽക്കുക. ഇനി നമ്മുടെ താല്പര്യത്തിന് യോജിച്ച എന്തെങ്കിലും വന്നാൽ അതിൽ വെക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നും അതിലേക്ക് അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാവില്ല. എന്ത് തെളിവ് നമ്മൾ ഹാജരാക്കിയിട്ടും ഒരു കാര്യമില്ല. ഇതന്നെയായിരുന്നു ബനു ഇസ്രായേൽ ഈ യഹൂദരായി തീർന്നവർക്കും സംഭവിച്ചത്. അവരൊന്നും അതിലേക്ക് കയറ്റാൻ കൂട്ടാക്കില്ല. അതാണ് ഈ ഗുൽഫ്. അപ്പോൾ ഈ സവിശേഷമായ പദങ്ങൾ കൊടുന്നു നോക്കുമ്പോൾ ഇതിൻ്റെ കൃത്യമായ ചിത്രമുണ്ട്. നമ്മളും ഇതൊക്കെ വെച്ചിട്ട് ആലോചിക്കണം. നമ്മളിപ്പോൾ ഈ ഗുൽഫിലാണോ, നമ്മൾ തെളിവുകളെയാണോ നമ്മൾ പിൻപറ്റുന്നത്, പ്രമാണങ്ങളെയാണോ നമ്മൾ പിൻപറ്റുന്നത് എന്നൊക്കെ. പക്ഷെ അള്ളാഹ് പറയാം അതങ്ങനെ നിറഞ്ഞതൊന്നല്ല എന്ന്, അതങ്ങനെ അറിവ് വെച്ച് നിറഞ്ഞതൊന്നല്ല. ബൽ തബ അല്ലാഹു അലൈഹ, അള്ളാഹു അതിൻ്റെ മേൽ മുദ്ര വെച്ചതാണ്, അള്ളാഹുമ്മ സീല് വെച്ച് പോയതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ തന്നെ ബി കുഫിരിഹിം, അവരുടെ തന്നെ കുഫ്ർ കാരണമായിട്ട്, അവരുടെ നിഷേധാത്മകമായ ആ സ്വഭാവം കാരണമായിക്കൊണ്ട് അള്ളാഹു അതിന് മുദ്ര വെച്ചു. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൽ പെട്ടതാണ്. ഒരു കൂട്ടരിങ്ങനെ നിഷേധിക്കുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ ആ മനസ്സ് അങ്ങനെ തന്നെ ആയിത്തീരും. അത് പ്രകൃതിപരമായി തന്നെ അള്ളാഹുവിൻ്റെ സുന്നത്തിൽ പെട്ടതാണ്. വലാ യുമിനൂന ഇല്ലാ ഖലീല, ഇനി അവർ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ താല്പര്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രത്തിനെ അവർ വിശ്വസിക്കും. അവർക്ക് ആവശ്യമുള്ളത് മാത്രം ആ വിശ്വാസത്തിൽ നിന്ന് എടുക്കും. കാരണം അവരുടെ ബിസിനസ്സൊക്കെ പൊടിപിടിപ്പിക്കാൻ വേണ്ടി പലതും ആവശ്യമുണ്ടാവും. കാരണം ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് എടുക്കുകയും എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അവർ തള്ളിക്കളയുകയും ചെയ്യും.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും നമ്മുടെ ആളുകളുണ്ട്, നമ്മുടെ ആലിമീങ്ങൾ എന്ന് പറയും, സാദാത്യങ്ങൾ എന്ന് പറയും, അങ്ങനെ കുറേ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഓരോ പേരുകളുണ്ടാവും, അവർക്ക് കുറേ ചിഹ്നങ്ങളുണ്ടാവും. അവർ ഇടക്കിടക്ക് ഞങ്ങൾ റസൂലിനെ സ്വപ്നം കാണുന്നവരാണെന്ന് പറയുന്നുണ്ടാവും, ഞങ്ങൾക്ക് കശ്ഫ് ഉണ്ട് എന്ന് പറയുന്നുണ്ടാവും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് ഭയങ്കര ദീനാണെന്ന്. കാരണം ഒരാളിരുന്നിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് റസൂലിനൊക്കെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ നമ്മളാകെ അന്തം വിടില്ലേ. അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവർ ഈ ജനങ്ങളെ പറ്റിക്കുക. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒക്കെ അവരുടെ ആ ബിസിനസ് പൊടിപിടിപ്പിക്കാൻ അവരുടെ കൂടെ ഉണ്ടാകുമെന്നല്ലാതെ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യമൊന്നും അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. കാരണം അത് അവർക്ക് ഈ ഒരു നിലപാടുള്ളിടത്തോളം കാലം വിശ്വാസം ശരിക്കും അവരുടെ ഉള്ളിലേക്ക് കടക്കുകയില്ല. കാരണം അത് സീല് വെക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. വബി കുഫുരിഹിം വ കൗലിഹിം, അവരുടെ ആ കുഫർ കാരണമായും, വ കൗലിഹിം, അവരുടെ വർത്തമാനം കാരണമായും. എന്ത് വർത്തമാനം? അലാ മറിയമ, മറിയമിൻ്റെ മേൽ അവർ പറഞ്ഞ വർത്തമാനം. ബുഹ്താനൻ അളീമ, അതായത് അതിഗുരുതരമായ ഒരു അപവാദം. ഈ മറിയം അലൈഹിസ്സലാം എന്ന് പറയുന്ന ആ സാലിഹത്തായ ആ സ്ത്രീയുടെ മേൽ അവർ പറഞ്ഞ ഗുരുതരമായ വർത്തമാനം. അതിവിശുദ്ധയായി ഒരു പ്രവാചകൻ്റെ സംരക്ഷണയിൽ, അതായത് സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ കഫാലത്തിൽ ബൈത്തുൽ മുഖദ്ദസിൽ പ്രത്യേകം ഒരുക്കപ്പെട്ട മിഹ്റാബിൽ ആരാധനകളിൽ ഏർപ്പെട്ട് ജീവിച്ച അസാധാരണ മാർഗത്തിലൂടെ വിഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു മഹദിനെ കുറിച്ചിട്ടാണ് അവർ ഈ പറയുന്നത്. അവരെ ജനിക്കുമ്പോൾ മുമ്പ് തന്നെ അവരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കിയ അവരാണ്. അതായത് ഇവരുടെ കൺമുന്നിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മറിയം ബീവി അലൈഹിസ്സലാമക്ക് അസാധാരണമായി വിഭവങ്ങളൊക്കെ ലഭിക്കുന്നത് കണ്ടിട്ടാണ് പ്രവാചകനായ സക്കരിയ പോലും ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രചോദനമാകുന്നത്. ഇവരുടെ ഈ സംഭവങ്ങൾ കണ്ടിട്ടാണ്. അങ്ങനത്തെ അവരെക്കുറിച്ച് ഇവർ അപവാദം പറഞ്ഞുണ്ടാക്കി അസാധാരണമായ രൂപത്തിൽ. കാരണം അതിൻ്റെ മുമ്പ് തന്നെ അസാധാരണമായ രൂപത്തിൽ ഗർഭം ധരിച്ചത് യഹ്യാ നബി ഉണ്ടാകുന്നുണ്ട്. അത് അവരുടെ കൺമുന്നിലാണ് നടക്കുന്നത്. വളരെ പടുവാർഗത്തിൽ സക്കരിയ നബിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും യഹ്യാ നബി ഉണ്ടാകുന്നത്. അതായത് അത്ഭുതങ്ങൾ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു അത്ഭുതം കൂടി സംഭവിച്ചപ്പോൾ ഇത്രയും വിശുദ്ധരായ ഒരാളുടെ കഫാലത്തിൽ ജീവിക്കുന്ന വിശുദ്ധയായ ഒരു സ്ത്രീക്ക് അസാധാരണമായി ഗർഭമുണ്ടായി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ അവരങ്ങ് വിട്ടുകളഞ്ഞ്, അതിൻ്റെ മുമ്പ് അതിനോട് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ വിട്ടുകളഞ്ഞ് നേരെ അവർ വ്യഭിചാര ആരോപണത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ആ ആരോപണമൊക്കെ കഴിഞ്ഞ് അവരും പ്രസവിച്ചു. ആ പ്രസവിച്ചിട്ട് അവർ ഈ വർത്തമാനമായിട്ട് മറിയത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ മറുപടി പറയുന്നത് തന്നെ തൊട്ടിലിൽ കിടക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമാണ്. കാല ഇന്നി അബ്ദുല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് സൂറത്തു മറിയമിൽ നമുക്ക് അതിൻ്റെ ഭാഗം കാണാം. അതാണ് ആ വിഷയം. ഇനി അവരുടെ കൗലിഹിം, അവരുടെ മറ്റൊരു വാക്ക് ഇന്നാ ഖത്തൽന, ഞങ്ങൾ കൊന്നു അൽ മസീഹ ഈസ ഇബ്ന മറിയം റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞു വന്ന ആ മറിയമിൻ്റെ മകൻ ഈസാ മസീഹിനെ ഞങ്ങൾ കൊന്നു. അതായത് അള്ളാഹുവിനോട് അവർ ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും അള്ളാഹുവിനോട് അവർ വെല്ലുവിളി നടത്തുന്നത് പോലെയാണ് അവരുടെ സമീപനം. അള്ളാഹുവുമായി മത്സരിച്ച് അങ്ങനെ അള്ളാഹുവുമായി ഗുസ്തി പിടിച്ച് ജയിക്കുക എന്ന് പറയുന്നത് പോലെ ഒരു സമീപനമാണ് അവർ ഈ പ്രവാചകന്മാരോട് എടുത്തത്. അവരുടെ കഥയിലും അങ്ങനെ തന്നെ. ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഇസ്രായേൽ എന്ന് പേര് വരാൻ കാരണം അള്ളാഹുവുമായി ഗുസ്തി പിടിച്ച് അദ്ദേഹം ജയിച്ച കാരനാണെന്ന്. അത് അവരുടെ പാരമ്പര്യങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള അതേ ഒരു സമീപനമാണ് ശരിക്കും എല്ലാ പ്രവാചകന്മാരോടും അവരെടുത്തത്. അവരുടെ താല്പര്യങ്ങൾക്ക് എതിരായി ഏത് പ്രവാചകൻ വന്നാലും അവരെടുക്കുന്ന സമീപനം അതാണ്. അള്ളാഹുവിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ, അതായത് ശൈത്താൻ്റെ അതേ നിലപാടാണ് അവരെടുക്കുക ഈ പ്രവാചകന്മാരോട്. എന്നാൽ അള്ളാഹ് പറയാം വമാ ഖതലൂഹു, അദ്ദേഹത്തിനെ അവർ കൊന്നിട്ടില്ല, വമാ സ്വലബൂഹു, അദ്ദേഹത്തിനെ അവർ ക്രൂശിച്ചിട്ടുമില്ല, വലാക്കിൻ പക്ഷേ ശുബ്ബിഹലഹും, അവർക്ക് തിരിച്ചറിയാതെ ഇരിക്കുകയാണ് ഉണ്ടായത്. അതായത് ഈസാ നബി അലൈഹിസ്സലാം പ്രായമായ ശേഷം അവരിലേക്ക് പ്രബോധനത്തിന് വന്നപ്പോൾ അപ്പോഴുണ്ടായ സംഭവങ്ങളാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രബോധനം അവർക്ക് എതിരാണെന്ന് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന്, കാരണം ഈ ചെറുപ്പത്തിൽ അദ്ദേഹം ജനിച്ചതും അത് തൊട്ടിലിൽ സംസാരിച്ചതൊക്കെ അവർക്ക് അറിയുന്ന വിഷയങ്ങളാണല്ലോ.
ആ വിഷയങ്ങളൊക്കെ ഉള്ളതിനോട് കൂടി തന്നെ അദ്ദേഹത്തെ അവർ കൊല്ലാൻ ശ്രമിച്ചു. ഈ യഹൂദ പുരോഹിതന്മാർ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ സവിശേഷമായ ഇടപെടൽ കാരണമായി കൊണ്ട് അത് സംഭവിച്ചില്ല എന്ന് മാത്രം. വേറെ പ്രവാചകന്മാരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ള. പക്ഷേ ഈസാ നബീനെ കൊല്ലാൻ അവർക്ക് പറ്റിയില്ല. കാരണം അള്ളാഹു ഈസാ നബീനെ കൊണ്ട് അള്ളാഹുവിന് വേറെ പരിപാടി ഉള്ളത് കൊണ്ട് കൊന്നില്ല എന്ന് മാത്രം. തന്നെയല്ല, അവരുടെ വിഷയം എന്താ ചോദിച്ചാൽ ഈസാ നബിയുടെ കാര്യത്തിൽ പിന്നെ എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ അക്കാലം മുതൽ ഇക്കാലം വരെ അവർ പല കൺഫ്യൂഷനുകളും ഉണ്ടായി. അതായത് ആർക്കും കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം ആകെ കൺഫ്യൂഷനുകൾ ആ കാലത്തും അതിൻ്റെ പിന്നീടുള്ള കാലത്തും ഒക്കെ അതുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ആലു ഇമ്രാൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ കാലത്തും അതിനെക്കുറിച്ച് ഗവേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു. അത് ആലു ഇമ്രാൻ്റെ 55 ആയത്ത് പരിസരങ്ങളെ തോന്നുന്നുണ്ട്. അവരംഗീകരിച്ച സുവിശേഷങ്ങളുണ്ട്. അവരംഗീകരിച്ച സുവിശേഷം എന്ന് പറയുന്ന 4 സുവിശേഷങ്ങളിലും 4 വിധത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത്. യാഥാർത്ഥ്യം അള്ളാഹു പറയുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ വമാ സ്വലബൂഹു വലാകിൻഷു വമാ ഖതലൂഹു വമാ സ്വലബു. അവർ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല. പക്ഷേ എന്താണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം അത് അവരിൽ പല പ്രശ്നങ്ങളുണ്ടായി. വ ഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി, ആ വിഭാഗത്തിൽ, അതായത് ഈസാ നബീനെ കാര്യത്തിൽ, ഈസാ നബിയുടെ യാഥാർത്ഥ്യത്തിൽ അവരോട് ഭിന്നിച്ചവർ, അതായത് യഹൂദരുമായി ഭിന്നിച്ചവർ, ആ കൂട്ടരാണ് ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അവർ ലഫീ ഷക്കിൻ മിൻഹു, അവരും ആ വിഷയത്തിൽ സന്ദേഹത്തിൽ തന്നെയാണ്. കാരണം അവർക്കും മനസ്സിലായില്ല എന്താണ് സംഭവിച്ചത് എന്ന് അവർക്കും അറിയില്ല. മാലഹും, അവർക്കില്ല ബിഹി, അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിൽ മിൻ എൽമിൻ, ഒരു അറിവുമില്ല. ഇല്ല തിബാ വന്ന്, ഭാവന ചേർത്തിട്ടുള്ള കഥകൾ അല്ലാതെ വേറെ ഒന്നും അവരുടെ കയ്യിലില്ല, അറിവായിട്ട് ഒന്നുമില്ല. ഇതിൻ്റെ ചില സംഭവങ്ങൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ആ കാലത്ത് തന്നെ, അതായത് ഈസാ നബീന് ആ സംഭവം ആ കാലത്ത് തന്നെ ഉണ്ടായി. ഇന്നും അവർക്കിടയിൽ ഒരു തീരുമാനമാവാതെ അതങ്ങനെ കെടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മളതിനെക്കുറിച്ചിട്ട് വേറെ മുമ്പ് ക്ലാസ്സിൽ ആലു ഇമ്രാൻ്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിസ്ത്യാനികൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, സെയിൻറ്റ് പോളിൻ്റെ ആളുകൾ, അതായത് പോള് എന്ന് പറയും, സെയിൻറ്റ് പോൾ എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ നേരിട്ടുള്ള ശിഷ്യനൊന്നല്ല. ഈസാ നബിയുടെ ആളുകളെ ദ്രോഹിക്കാൻ നടന്നിരുന്ന ഒരാൾ പിന്നെ ഒരു മുനാഫിക്ക് സ്റ്റൈലിൽ അതിലേക്ക് കയറി കൂടിയിട്ട് അതിൻ്റെ ആളായി മാറുകയും അദ്ദേഹമാണ് പിന്നെ ഈ തിരോധാനത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേക കഥ മെനഞ്ഞുണ്ടാക്കിയത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈസാ നബിനെ ഈ യഹൂദന്മാർ കൊന്നു ക്രൂശിച്ചു എന്നൊക്കെ തന്നെയാണ്. പക്ഷെ പിന്നീട് എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് 3-ാം നാൾ എഴുന്നേൽക്കുകയും ആകാശത്തേക്ക് ഉയർന്നു പോവുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ വെച്ചിട്ടാണ് അവർ ഈ കുരിശ് സിദ്ധാന്തം എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടാക്കിയത്. അവർ വേറൊരു, അതായത് ഇല്ലത്തിബാ തന്നെ, അതായത് ഭാവനയിലാണ് അവർ ഈ കഥകൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് എല്ലാവരുടെയും പാപം ഒക്കെ ഏറ്റെടുത്തിട്ട് ഈസാ നബി കുരിശിലേറി എന്നൊക്കെ പറഞ്ഞ് ആ കഥകൾ ഉണ്ടാക്കി. അത് ഇവരോട് വിയോജിച്ച ആളുകളാണ്. ഇപ്പം നമുക്ക് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിയോജിച്ചോരും കൊന്നോരും ഒക്കെ ഒരു കമ്പനിയായിട്ട് ഈസാ നബീനെ കൊന്നില്ല എന്ന് പറയുന്നവരുടെ മേല് കുതിര കയറിനാണ് നമ്മൾ ഈ കാണുന്നത്. വാസ്തവത്തിൽ നമ്മുടെ കൂടെയാണ് ഇവർ നിൽക്കേണ്ടത്. അതായത് ഈസാ നബീനെ കൊന്നിട്ടില്ല, കുരിശിച്ചു ചർച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെയാണ് അവർ അംഗീകരിക്കേണ്ടത്. പക്ഷേ ഈ കൊന്നോരും ക്രൂശിച്ചോരും അതിൻ്റെ ആളുകളൊക്കെ ഒന്നായിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന കാര്യം. എന്നാൽ ബൽ റഫഅഹുല്ലാഹ്, അല്ലേ അങ്ങനെയല്ലേ, ബൽ റഫഅഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി. എന്താണ് വാസ്തവത്തിൽ ഉണ്ടായത് എന്ന് അള്ളാഹ് പറയാം. അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി. ഈ സംഭവങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ അക്കാലത്ത് ഇപ്പോൾ ഈ ഈസാ നബിയുടെ ശേഷം സുവിശേഷങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. പലരും ഈസാ നബിയുടെ ശിഷ്യന്മാരായ പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താണ്ടായി വെച്ചാൽ, ഈ റോമാ സാമ്രാജ്യം, അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയൊക്കെ വന്നിട്ട് ഈ ക്രിസ്തു മതത്തെ അംഗീകരിച്ചപ്പോൾ എന്താ ചോദിച്ചാൽ, ഈ കുരിശ് സിദ്ധാന്തം, അന്നൊക്കെ ഈ പൗലോസിൻ്റെ കുരിശ് സിദ്ധാന്തം എന്ന് പറയുന്നത് കുറച്ച് മേൽക്കൈ നേടിയിട്ടുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യം അംഗീകരിച്ചത് ഈ കുരിശ് സിദ്ധാന്തത്തിനെയാണ്.
അപ്പോൾ ഈ കുരിശ് സിദ്ധാന്തത്തിന് ഒപ്പിച്ചിട്ടുള്ള സുവിശേഷങ്ങൾ മാത്രം നിലനിർത്തുകയും ബാക്കിയുള്ളതൊക്കെ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അതിന് അപ്പുറക്കുക എന്നൊക്കെ അവർ പറയാം, തള്ളിക്കളഞ്ഞ ആ സംഭവം. പക്ഷേ അതിൽ നശിക്കാതെ രക്ഷപ്പെട്ട ഒരു ബൈബിൾ ഇന്നുണ്ട്. അതെന്താ ചോദിച്ചാൽ ബർണബാസിൻ്റെ ബൈബിൾ എന്ന് പറയുന്നതാണ്. അതൊന്ന് മലയാളത്തിൽ മേടിക്കാൻ കിട്ടും. മനാസ് ഫൗണ്ടേഷനാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ബൈബിളാണ്. ആ ബൈബിള് ഈ ബർണബാസ് എന്ന് പറയുന്നത് പൗലോസിൻ്റെ പോലെ പിൽക്കാലത്ത് കയറി വന്ന ഒരു ശിഷ്യനല്ല. ബർണബാസ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഡയറക്റ്റ് ശിഷ്യനാണ്. ആ ഡയറക്റ്റ് ശിഷ്യൻ ഇത് പറയുന്നുണ്ട്, ഇതിൻ്റെ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത് എന്ന്. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈസാ നബി അലൈഹിസ്സലാമിനെ പിടിക്കാൻ വേണ്ടി അന്ന് ഗത്സമേന തോട്ടം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്താണ് ഈസാ നബിയും ഈ ശിഷ്യന്മാരും കൂടിയിട്ട് ഒളിച്ചു കഴിയാണ്. അപ്പോൾ ഈസാ നബീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചതും അവിടെ വളർന്നതൊക്കെ നസ്രത്തിലാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ജെറൂസലേമിലാണ്. അവിടെ ഈ റോമക്കാരായ പടയാളികൾക്കോ അവിടുത്തെ ആളുകൾക്കോ ഈസാ നബീനെ വലിയ അറിവൊന്നുമില്ല, ഈസാ നബീനെ കണ്ടിട്ടൊന്നുമില്ല, അവർ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ശരിക്കും അറിയില്ല ആരാണ് ഈസ എന്ന്. ഈസ ആരാണെന്ന് ശരിക്കും അവരറിയില്ല. അപ്പോൾ ഈസാ നബിയുടെ തന്നെ യൂദാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ അവർ വിലക്കെടുക്കുകയാണ്. ആ ശിഷ്യനെ വിലക്കെടുത്തിട്ട് അതിന് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരുന്ന ആളാണ് ഈസ എന്ന് പറയണം. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈസാ നബിയും ബാക്കിയുള്ള ഈ 11 ശിഷ്യന്മാരും ഒരു വീട്ടിലാണുള്ളത്. അങ്ങനെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഈസാ നബീനെ പിടിക്കാൻ വേണ്ടി ഈ റോമൻ പട്ടാളക്കാരും ഇവരൊക്കെ വരുന്ന ഈ ശബ്ദം ഇതൊക്കെ കേട്ടപ്പോൾ ഈസാ നബി ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു. ബാക്കി 11 ശിഷ്യന്മാരും നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഈസാ നബിയെ മലക്കുകൾ വന്നിട്ട് പുറത്തെ വാതിലിലൂടെ പുറത്ത് കടത്തി അള്ളാഹുവിലേക്ക് ഉയർത്തി. ബർണബാസ് പറയുന്നതാണ്. ഈ യൂദാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഈസാ നബിയെ കാണാനില്ല. അപ്പോൾ അദ്ദേഹം ഈ ഉറങ്ങിക്കെടുക്കുന്ന ഈ ശിഷ്യന്മാരെ വിളിച്ചു. എന്നിട്ട് അവർ ഉണർന്നിട്ട് ചോദിക്കുക, ഈസ എവിടെയെന്ന് ചോദിച്ചു. ഈസാ നബി ഗുരു എവിടെയാണ്? അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യൂദാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ അള്ളാഹു ഇദ്ദേഹത്തിൻ്റെ മുഖം ഈസാ നബിയുടെ മുഖം പോലെയാക്കി. ഈ യൂദാസിൻ്റെ രൂപത്തെ അള്ളാഹു മാറ്റിമറിച്ചു. ശിഷ്യന്മാരെ എഴുന്നേറ്റിട്ട് നോക്കണത് എന്താ ചോദിച്ചാൽ, ഈസാ നബി എന്നെ ഞങ്ങളോട് ഈസാ നബി എവിടെയെന്ന് ചോദിക്കുക. അതാ സംഭവം ഉണ്ടാകുന്നത്. അതായത് യൂദാസ് അറിയുന്നില്ല തൻ്റെ മുഖം ഈസാ നബിയുടെ മുഖമായതൊന്നും യൂദാസ് അറിയുന്നില്ല. ഈ ശിഷ്യന്മാരെ എഴുന്നേറ്റിട്ടപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഈസാ നബി എവിടെ, ഈസാ എവിടെയെന്ന്, ഗുരു എവിടെയെന്ന്. അപ്പോൾ ആ 11 ശിഷ്യന്മാരും ചോദിക്കുക, താങ്കളല്ലേ ഞങ്ങളുടെ ഗുരു, ഞങ്ങളെ താങ്കൾ ഇത്ര വേഗം മറന്നുപോയോ എന്ന്. അതായത് ഈസാ നബിക്ക് എന്തോ പ്രശ്നം പറ്റിയെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഈ വർത്തമാനം കേട്ടിട്ടാണ് പട്ടാളക്കാർ കയറി വരുന്നത്. പട്ടാളക്കാർ കയറി വരുന്നപ്പോൾ താങ്കളല്ലേ ഗുരു എന്ന് ചോദിക്കുമ്പോൾ ഈ താങ്കളെ അവർ പിടിച്ചുകൊണ്ടുപോയി. ആരെ? യൂദാസിനെ അവർ പിടിച്ചുകൊണ്ടുപോയി. കാണുന്നവർക്കൊക്കെ യൂദാസിയാണ്. അയാളിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ യൂദാസാണ്, ഞാൻ ഈസല്ല എന്ന്. അപ്പോൾ അവർ വിചാരിച്ച എന്താ ചോദിച്ചാൽ, ഈസാ നബി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തോ വിളിച്ചു പറയാമെന്നാണ്. അതൊന്നും ആരും അംഗീകരിച്ചില്ല. അവർ പുരോഹിതന്മാരുടെ മുന്നിൽ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ഹാജരാക്കി, യൂദാസിനെ കൊണ്ടുപോയി ഹാജരാക്കി. അവർ പിലാത്തോസിൻ്റെ അടുത്ത് ഹാജരാക്കി. അവരങ്ങനെ ഹെറോദ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി എല്ലാവരും കൂടി അദ്ദേഹത്തിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ വേണ്ടി വിധിച്ച്. അങ്ങനെ ഈ ചങ്ങായി കുരിശിൽ കയറി ഇയാൾ കൊല്ലപ്പെട്ടു. ഇയാളിനെ ഒരുത്തിൽ കബറടക്കമൊക്കെ ചെയ്തു. ചില ആത്യന്തിക ആളുകൾ, അന്നത്തെ ആളുകൾ ഈ ശവം മാന്തിയിട്ട് പൊക്കിക്കൊണ്ടുപോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കാര്യമായി ശിഷ്യന്മാരൊന്നല്ല ചെയ്ത്, കുറേ ആളുകൾ അങ്ങനെ ചെയ്തു. അങ്ങനെ ഈ ശവവും കാണാണ്ടായി. അങ്ങനെ പിന്നെ ഈ ബർണബാസ് ഇത് എവിടുന്നാണ് മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, ബർണബാസിനും ഇത് ശിഷ്യന്മാർക്കൊന്നും ഇത് അപ്പം മനസ്സിലായിട്ടില്ല. ബർണബാസിനും ശിഷ്യന്മാർക്കും ഇത് മനസ്സിലാവുന്നത് പിന്നെ ഈസാ നബി 4 മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ഉമ്മാനെ കാണാൻ വരേണ്ടത് കഴിഞ്ഞിട്ട്, മറിയമിനെ
കാരണം ആർക്കും അറിയാതെ, മറിയമിനും അറിയില്ല എന്തുണ്ടായിന്ന്. അവരൊക്കെ വിശ്വസിക്കുന്നത് കുരിശിൽ തറച്ചു എന്നാണ്. പക്ഷേ അവർക്ക് ഇത് ആകെ ഭയങ്കര പ്രശ്നമാണല്ലോ, റസൂലിനെ കുരിശിൽ തറച്ചു എന്നൊക്കെ പറയാം. അവർക്ക് തന്നെ ഈസാ നബി അവരോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഉയർത്തപ്പെടും, ഞാൻ പിന്നീട് വരും എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. അതും ഇതും കൂടുന്നു യോജിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് കാര്യം എന്താണെന്ന് വ്യക്തമാക്കണ്ടേ? അതിന് ഈസാ നബീനെ 4 മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ഉമ്മാടെ അടുത്ത് വരുന്നുണ്ട്, സംഭവങ്ങൾ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളത്. അതാണ് അത് കുറച്ച് ചുരുക്കി പറയാം, കുറേ ഉണ്ടത്. ബർണബാസിൻ്റെ ബൈബിളിൽ ഏറ്റവും ലാസ്റ്റ് ഭാഗങ്ങൾ നോക്കിയാൽ ആ വിഷയങ്ങൾ കാണാം. അതായത് അന്നും ഇന്നും എന്നും ഈ കാര്യത്തിൽ ഒരു പുകമറ എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മൾക്കിപ്പോൾ ഖുർആൻ എങ്ങനെ ഉയർത്തി എന്നൊന്നും അല്ല പറയണില്ല, ഉയർത്തി എന്നേ പറയുന്നുള്ളൂ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഈ ബർണബാസ് പറയണത് തന്നെയാണോ ഇനി ഇതിൽ ശരിയെന്ന് നമുക്കറിയില്ല. നമുക്ക് അള്ളാഹു പറയുന്ന ഇതിൽ വിശ്വസിക്കാനേ ഇപ്പോൾ പറ്റുള്ളൂ. എന്തായാലും അവരുടെ ഇടയിൽ ഒറ്റ അഭിപ്രായമല്ല, നിരവധി അഭിപ്രായങ്ങളുണ്ട്. പഴയ കാലത്തെ നസാറാക്കളുടെ ഇടയ്ക്ക് ഈ വിഷയത്തിൽ ധാരാളം ഉണ്ട്. പിന്നെ റോമക്കാരും ഈ ക്രിസ്ത്യാനികളൊക്കെ കൂടി വന്നിട്ട് അടിച്ചമർത്തി ഏറെക്കുറെ ഒരു അഭിപ്രായം, ഒരു സിദ്ധാന്തമൊക്കെ ആക്കി അതിനെ മാറ്റിയതാണ്. ഇന്നും അതിനെ പറ്റിയിട്ട് പല ചർച്ചകളും ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഖാൻ അള്ളാഹു അസീസൻ ഹക്കീമ എന്നാണ്. അള്ളാഹു അതിപ്രതാപവാനാണ്. ആ പ്രതാപം എങ്ങനെയും എവിടെയും പ്രകടിപ്പിക്കാൻ പോന്നവനുമാണ് അള്ളാഹു. അതാണ് അവിടെ അസീസ് ഹക്കീം എന്ന് പറയുമ്പോഴുള്ള സംഭവം. ഇനി വേറൊരു വിഷയം പറയുന്നത് അതിനോട് അനുബന്ധിച്ച് ഇൻമിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബിൽ ഉണ്ടാവുകയില്ല. അതായത് അഹ്ലി കിതാബ് എന്ന് പറഞ്ഞാൽ വേദക്കാരായ ക്രിസ്ത്യാനികളും യഹൂദരും. ഇല്ലാല യുഅ്മിനന്ന ബിഹി, അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായിട്ട് ഉണ്ടാവുകയില്ല. ഖബല മൗത്തിഹി, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ മുമ്പ്. പല വ്യാഖ്യാനങ്ങളുമുള്ള ഒരു ആയത്താണിത്. അത് ആ വ്യാഖ്യാനങ്ങളുടെ പ്രശ്നം വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, ഇല്ലാല യുഅ്മിനന്ന ബിഹി ഖബല മൗത്തിഹി എന്ന് പറയുന്നിടത്ത് യുഅ്മിനന്ന ബിഹി എന്ന് പറയുന്ന ഹി ആരാണ്, ഖബല മൗത്തിഹി എന്ന് പറയുന്ന ഹി ആരാണ്? ഇതിവിടെയാണ് ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത്. ഈ 2 ഹി ഏതിലേക്കാണ് മടങ്ങുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുണ്ടോ? അതായത് ഇല്ലാല യുഅ്മിനന്ന ബിഹി എന്ന് പറയുന്നിടത്ത് അത് ആ ഹി ഈസാ നബിയാണ്. അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായി ഉണ്ടാവുകയില്ല. ഖബല മൗത്തിഹി എന്ന് പറയുന്നിടത്ത് ഈ ഹി ആരാണ്? ഈസാ നബിയാണോ അതോ വേദക്കാരായ ഓരോരുത്തരുമാണോ? ഒരു പ്രബലമായ അഭിപ്രായം, ഏറ്റവും മുന്തി നിൽക്കുന്ന യുക്തിഭദ്രമായിട്ട് നമുക്ക് തോന്നുന്ന 2 അഭിപ്രായങ്ങളിൽ ഒന്ന്, ഖബല മൗത്തിഹി എന്ന് പറയുന്നത്, ആ ഹി എന്ന് പറയുന്നത് ഓരോ വേദക്കാരനുമാണ്, ഓരോ വേദക്കാരനും. അതിന് ഉപോത്ബലകമായിട്ട് ഒരു സംഭവം എന്താ വെച്ചാൽ, ഉബയ്യ് ബിനു കഅബിൻ്റെ പാരായണത്തിൽ ഖബല മൗത്തിഹിം എന്നാണ് എന്നൊരു റിപ്പോർട്ട് തബരിയുടെ തഫ്സീറിൽ ഞാൻ കാണുകയുണ്ടായി. തബരിയുടെ തഫ്സീറിൽ ഞാൻ അങ്ങനെ കണ്ടു. അത് അവർ പറയുന്നത് അത് പ്രിൻറ്റിലല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ റിവായത്തിൽ അങ്ങനെ ഉണ്ട് എന്നാണ്. പ്രിൻറ്റിലില്ല. ഖുർആൻ്റെ പ്രിൻറ്റ് ഞാൻ പല ഖുർആനും നോക്കി, എവിടെയും മൗത്തിഹിം എന്നില്ല, മൗത്തിഹി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് വായിച്ചാൽ മൗത്തിഹി എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഈസാ നബി അല്ല, ജനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ വേദക്കാരനും മരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ യഹൂദനാണെങ്കിൽ അത് കള്ളപ്രവാചകനാണ്, ജാരസന്തതിയാണ് എന്നൊക്കെ ധരിച്ചിട്ടാണല്ലോ അയാൾ ജീവിച്ചിരിക്കുന്നത്. അയാളുടെ മരണത്തിൻ്റെ സമയത്ത് അയാൾക്ക് യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടും. ഞാൻ ഈ വിശ്വസിച്ചതൊന്നും അല്ല സംഗതിയെന്ന്, അത് ഉറപ്പാണ്. അയാളുടെ വിഷയം, അയാളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാവും, ഈസാ നബിയുടെ വിഷയമാവും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചാണിച്ചെങ്കിൽ അയാളും മനസ്സിലാക്കും ആ മരണഘട്ടത്തിൽ ഈസാ നബി അല്ല അള്ളാഹു, അത് അള്ളാഹു അല്ല, അള്ളാഹുവിൻ്റെ മൂന്നുമല്ല എന്നുള്ളതൊക്കെ അയാളും മനസ്സിലാക്കും. അതൊരു യുക്തിഭദ്രമായ സംഭവമാണ്. ഒരു വ്യാഖ്യാനം അതാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇത് ഈസാ നബി തന്നെയാണ്. പക്ഷേ എപ്പോഴാണ്? അത് ഹദീസുകളെ പിൻപറ്റിക്കൊണ്ടിട്ടുള്ളതാണ്. അതായത് ഈസാ നബി ലോകാവസാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ രണ്ടാമത് ഇറങ്ങി വരുമെന്നും, ആ ഇറങ്ങി വരുന്ന കാലത്ത് അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന വേദക്കാർ, യഹൂദരായാലും ക്രിസ്ത്യാനികളായാലും, ഈസാ നബി എന്താണെന്നും ആരാണെന്നും ശരിക്കും മനസ്സിലാക്കുമെന്നും അദ്ദേഹത്തിനെ പിൻപറ്റുമെന്നുമെന്നാണ് ഒരു വ്യാഖ്യാനം. ഈ 2 വ്യാഖ്യാനങ്ങളും ഒരേപോലെ സാധ്യത ഉള്ളതാണ്. കാരണം ഓരോരുത്തരെ സംബന്ധിച്ചും ഇപ്പം നടക്കുന്ന ആ സംഭവമുണ്ട്, ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം മരണഘട്ടത്തിൽ അത്
വ്യക്തമാകും. ഇനി ഈസാ നബി തിരിച്ചു വരുന്ന കാലത്ത് ആ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് അത് കൃത്യമായും വ്യക്തമാകും എന്നുള്ളത് ഇത് രണ്ടും വ്യാഖ്യാനിക്കാൻ, കാരണം അതിന് പറ്റിയ പദങ്ങളാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും ഏതെങ്കിലും ഒന്ന് നമ്മൾ തീരുമാനിച്ചു അത് ശരിയാണെന്ന് പറയേണ്ട, രണ്ടും ശരിയാണ്. ഇനി മൂന്നാമതൊരു വ്യാഖ്യാനം ഇത് ഈ എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലിനെ കുറിച്ചാണെന്നുണ്ട്. അങ്ങനെയുണ്ട്. അത് കുറച്ചൊരു വിദൂരമായ വ്യാഖ്യാനെങ്കിലും അതിനും സാധ്യത ഇല്ലാത്തതൊന്നുമില്ല. എന്നാൽ യൗമൽ ഖിയാമത്തി അന്ത്യഘട്ടത്തിൽ യക്കൂനു അലൈഹിം ഷഹീദ എന്നാണ്. ഈ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ നിരാകരിച്ച ഈ യഹൂദന്മാർക്കെതിരും അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ മകനാക്കിയ ക്രിസ്ത്യാനികൾക്കെതിരിലും അവിടെ സാക്ഷിയായിട്ട് ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി യഹൂദർ ആ വിഷയം അവിടെ അങ്ങനെ മിനല്ലദീന ഹാദു, ഈ യഹൂദരായി തീർന്നവരുടെ അക്രമം കാരണമായി അവരുടെ ഈ നേരത്തെ പറഞ്ഞ ഈ അക്രമങ്ങൾ മുഴുവൻ കാരണമായി. ഇത് ബനൂ ഇസ്രായേലിനെ മൊത്തമല്ല ഈ പറയേണ്ടത്. ഹാദു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ യഹൂദരായി തീർന്നവരാണെന്ന്. ഈ യഹൂദരായി തീരുക എന്നൊക്കെ പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ശേഷം ഉണ്ടായ ഏർപ്പാടാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ കാലശേഷമാണ് യഹൂദർ ബനി ഇസ്രായേലിൽ നിന്നൊക്കെ രണ്ട് വിഭാഗമായി തിരിഞ്ഞത്. കൃത്യം ഇവർ വംശീയതയുടെ ആളുകളായി. ഞങ്ങളൊരു പ്രത്യേക വംശമാണെന്നും ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരും അങ്ങനെയാണെന്നും അങ്ങനെ ധരിച്ചു വന്ന ഒരു കൂട്ടരാണ് ഈ യഹൂദർ. അത് ഇന്നും അവരങ്ങനെ തന്നെയാണ്. കാരണം അവരുടെ കൃത്യമായ DNA ഒക്കെ അവർ കളക്ട് ചെയ്തിട്ടാണ് അവരുടെ ആ വംശശുദ്ധി ഇന്നും നിലനിർത്തുന്നതൊക്കെ. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇപ്പോഴും അവർ പിന്തുടരുന്നുണ്ട്. അതായത് വംശശുദ്ധി, അതിലാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് നിങ്ങളെ ഞാൻ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു അള്ള പറയുന്ന സംഭവം എന്നല്ല അവരുടെ സംഭവം. അവരുടെ സംഭവം എന്ന് പറഞ്ഞത് ഈ വംശം ശുദ്ധി എന്ന് മാത്രമേ. ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയുള്ളൂ. ആ ഭാഗത്തുനിന്ന് തുടക്കത്തിൽ നിന്ന് തുടങ്ങുകയാണെന്നുവെച്ചെങ്കിൽ നമ്മളൊക്കെ ഒരേ വംശം തന്നെ. അപ്പോൾ പിന്നെ വംശശുദ്ധി ആർക്കും അവകാശപ്പെടാനൊന്നും പറ്റില്ല. പക്ഷേ ഏതെങ്കിലും ഒരു തലക്കന്ന് ഇങ്ങോട്ട് തുടങ്ങണം. ഇപ്പോൾ ജോർദാനിലെ രാജാക്കന്മാർ ഞങ്ങൾ ഹാഷിമികളാണെന്ന് പറയില്ലേ. ഹാഷിമികൾ എന്ന് പറയുമ്പോൾ ഹാഷിമിൻ്റെ അവിടെ നിന്നല്ലേ തുടങ്ങുള്ളൂ അല്ലേ. അതായത് ചിലയിടത്തുനിന്ന് ഇങ്ങോട്ട് തുടങ്ങി വെക്കുക, അവിടുന്ന് അപ്പുറമുള്ളത് അവരങ്ങ് മറക്കും. അവിടുന്ന് അപ്പുറം ഞങ്ങളൊക്കെ ഒന്നാണെന്നുള്ള കാര്യം അങ്ങോട്ട് മറക്കും. എന്നിട്ട് ചില തലക്കന്ന് അവരുടെ സൗകര്യത്തിന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഞങ്ങൾ ഭയങ്കര വിശുദ്ധന്മാരാണെന്ന് പറയും. ഇതാണ് ഈ ഹാദു എന്ന് പറയുന്നത്. ഹാദു ഹറംന, നാം അവർക്ക് വിലക്കി, അലൈഹിം അവരുടെ മേൽ തയ്യിബാത്തി നല്ലതൊക്കെ വിലക്കി. നല്ലത് ചിലതൊക്കെ അവരുടെ ഈ അക്രമം കാരണമായി അവർക്ക് വിലക്കപ്പെട്ടു. ഉഹൈലത്ത് ലഹും, അതവർക്ക് ഹലാലാക്കപ്പെട്ടിരുന്നു. വബി സ്വദ്ദിഹിം, അത് അവർ തടഞ്ഞത് കൊണ്ടാണ്. അവരെ സ്വയം തടഞ്ഞു ഹിദായത്തിൽ നിന്ന്, അൻ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെയും തടഞ്ഞു. കസീറൻ, ധാരാളം ജനങ്ങളെ അവർ ഈ മാർഗം തടഞ്ഞു. അത് ഇന്നും എന്നും അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണമായിട്ട് അവർക്ക് ചിലതൊക്കെ നല്ല സംഭവങ്ങൾ ചിലതൊക്കെ അവർക്ക് ഞാൻ തടഞ്ഞു എന്നാണ്. ഇത് എങ്ങനെ തടഞ്ഞു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പ്രവാചകന്മാർ മുഖേന വന്നിട്ട് അവർക്ക് ഹറാമാക്കിയതാണോ, അങ്ങനെ തടഞ്ഞതാണോ? അങ്ങനെ തടഞ്ഞതായിരിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഈ പ്രവാചകന്മാരൊന്നും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിക്കാറില്ലല്ലോ. പിന്നെ എങ്ങനെ ഹറാമാണെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കാം. പക്ഷേ ഇത് തടഞ്ഞിരിക്കാനുള്ളൊരു സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മളുടെ ഈ സമൂഹത്തിൽ ഈ തയ്യിബാത്ത് തടഞ്ഞ എത്ര സമൂഹങ്ങളുണ്ട്. ഇപ്പം മാംസഭക്ഷണം തടയപ്പെട്ട എത്ര സമൂഹങ്ങളുണ്ട്. ഏതെങ്കിലും പ്രവാചകന്മാരെ അനുകരിച്ചിട്ടാ? അല്ല. ഇത് പ്രവാചകന്മാരെ അനുകരിച്ചിട്ടൊന്നല്ല. ഇത് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വണ്ടിമലയിൽ അവർ പോയി ചാടിയതാണ്. അങ്ങനെ തടയപ്പെട്ട ധാരാളം സമൂഹങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചതായിരിക്കാനാണ് സാധ്യത. കാരണം അള്ളാഹുവിനൊരു പ്രകൃതി നിയമമുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ സുന്നത്തുള്ള എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ സുന്നത്തുള്ള ആ പടിയിൽ പോയ ആരും അതിൽ പോയിട്ട് അതിൽ ചാടും. അതിൻ്റെ ഭാഗമാണ് നമ്മൾക്കിപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ മഴയില്ലാതെയും മഴ കൂടിയിട്ടും ഉരുൾപൊട്ടലായിട്ടും അങ്ങനെ മാറാരോഗങ്ങളായിട്ടും ധാരാളം സംഭവങ്ങളിൽ നമ്മളിങ്ങനെ പ്രകൃതിപരമായി തന്നെ പോയി പെടുന്നുണ്ട്. അങ്ങനെ ഇവരും പോയി പെട്ടിട്ടുണ്ടാവും. കാരണം ഈ പൗരോഹിത്യത്തിനനുസരിക്കുമ്പോൾ എന്താ ചോദിച്ചാൽ ഈ അനുസരണയുടെ ശക്തി കൂട്ടാൻ വേണ്ടി അനാവശ്യമായ ഹറാമുകളെ ഹലാലാക്കുകയും ഹറാമുകളെ ഹലാലാക്കുകയൊക്കെ ചെയ്യുവരും. കാരണം അവരെ അനുസരിക്കണം. അനുസരണത്തിൻ്റെ ശക്തി കൂടണമെങ്കിൽ നിയമങ്ങളിങ്ങനെ അടിക്കടി ഉണ്ടാക്കി കൊടുക്കണം. എങ്കിലേ ഈ അനുസരണത്തിനെ ഇങ്ങനെ പിടിച്ചു കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പൗരോഹിത്യത്തിനനുസരിക്കാൻ വേണ്ടി അവർ പലതും ഹറാമാക്കും
ഹറാമ് പലതും ഹലാലുമാക്കും. അതങ്ങനെയാണ്. അവരുടെ കാര്യങ്ങളൊക്കെ അവർ സുഖമായിട്ട് നടത്തുകയും ചെയ്യും. സാധാരണ ജനങ്ങളെ ഇതിൽ കൊണ്ടുപോയി കുടുക്കി ഇടുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഈ നമ്മളവിടുത്തെ ഇപ്പോൾ ഈ പഴയ കാലത്തെ അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പേ ഈ ദലിതർ അല്ലെങ്കിൽ ഈ പണിക്കാർ, കൂലിക്കാർ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് അവർ കഴിക്കണില്ല. അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് കൂലിയായിട്ട് കുറച്ച് നെല്ല് കിട്ടിയാൽ അത് അവർ കോഴി കൊണ്ടുപോയിട്ട് കുത്തിയിട്ട് അവർ എന്തു ചെയ്യും? അവരത് വല്ല കഞ്ഞോ വെള്ളമോ ആക്കി കുടിക്കും. ഭക്ഷണം എന്ന് നമ്മൾ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിലൊരു സമീകൃത ആഹാരക്രമമുണ്ട്. സാധാരണ ബാക്കിയുള്ളവർക്കൊക്കെ എന്താ ചോദിച്ചാൽ പയറായിട്ടും കടലായിട്ടും ധാന്യങ്ങളായിട്ടും പലതും ഉണ്ട്. ഇവർക്ക് അതൊന്നുമില്ല. അപ്പോൾ ഇവർ സാധാരണ എന്താ ചോദിച്ചാൽ അത് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്താ ചോദിച്ചാൽ വീട്ടിലുള്ള കോഴീനർത്തിനും ആടിനർത്താം, പശു കാട്ടിൽ നിന്നും വേട്ടയാടി പിടിക്കാം. അവരുടെ ഈ ഭക്ഷണം, ഈ സമീകൃതമായ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിലനിന്ന് പോയിരുന്നത് അങ്ങനെയാണ്. അപ്പം നിങ്ങളത് തിന്നണ്ടെന്ന് പറഞ്ഞാലോ? നിങ്ങളത് തിന്നണ്ടെന്ന് പറഞ്ഞാൽ എന്തായി? പഴയതിലേക്ക് അവരെ കൊണ്ടുപോവാം, അടിച്ചമർത്താം. അത് തന്നെ, ഇതാണ് ഈ സംഭവം. ഇതിങ്ങനെ ജനങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നിട്ടിട്ട് പിന്നെ അവരെന്നെ അതിൽ പോയിട്ട് കുടുങ്ങുക. ഇതിൻ്റെ ഒക്കെ കാരണം എന്താ ചോദിച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ അൽഫൈന അലൈഹി ആബാന എന്ന് പറയുന്ന ഈ സംഭവത്തിൽ നമ്മളിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ യുക്തിയും ബുദ്ധിയും കാര്യം പ്രമാണമൊക്കെ വെച്ചിട്ട് കാര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങി ഇതൊക്കെ അങ്ങ് പോവും. അതന്നെ നമ്മൾ സൂറത്തുൽ അൻആമിലുണ്ട് ഇതിനെക്കുറിച്ചിട്ട് ഈ ഇവർക്ക് ഹറാമാക്കിയ വഅലല്ലദീന ഹാദു ഹറംന കുല്ലദീ ദുഫുരിൻ വമിനൽ ബഖരി വൽ ഗനമി ഹറംന അലൈഹിം ശുഹൂമഹുമാ ഇല്ലാ മാ ഹമലത്തു ളുഹൂറുഹുമാ അവിൽ ഹവായ ഔ മഖ്തലത്ത് ബിഅദ്മിൻ ദാലിക ജസൈനാഹും ബിബഗയിഹിം വ ഇന്നാ ലസാദിഖൂൻ. അതായത് അവർക്ക് ഈ ഹാദു എന്താണ് യഹൂദരായിത്തീർന്നവർക്ക് ഹറംന കുല്ലദീ ദുഫുരി നഖമുള്ള സകല ജീവികളെയും ഞാൻ ഹറാമാക്കി. വ മിനൽ ബഖരി വൽ ഗനമി പശുക്കളിൽ നിന്നും ആടുകളിൽ നിന്നും ഹറംന അലൈഹിം അവർക്കുമേൽ ഞാൻ ഹറാമാക്കി ശുഹൂമഹുമ അതിൻ്റെ കൊഴുപ്പുകൾ അവർക്ക് ഹറാമാക്കി. ഇല്ലാമാ ഹമലത്ത് ളുഹൂറുഹുമ അതിൻ്റെ മുതുകിൽ പറ്റിപ്പിടിച്ചതോ അവിൽ ഹവായ കുടലിൽ പറ്റിപ്പിടിച്ചതോ ഔ മഖ്തലത്ത് ബിഅദ്മിൻ അല്ലെങ്കിൽ എല്ലിൽ പറ്റിപ്പിടിച്ചതോ ഇതല്ലാത്തതൊക്കെ അവർക്ക് ഹറാമാക്കി. അതായത് ഭൂരിഭാഗം ഭാഗവും അങ്ങോട്ട് കളയാന്നുള്ളതായി, വളരെ കേൾച്ചിച്ച് കുറച്ചെടുത്തിട്ട് കിട്ടുക എന്നുള്ളതായി. അതായത് ഇതൊക്കെ ഇവർ തന്നെയും ഉണ്ടാക്കി തീർത്ത വണ്ടിമലകളാവും. ഇതൊക്കെ ആവും. കാരണം നല്ലതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക, നിങ്ങൾ തിന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ കോഴികളെയൊക്കെ കൊല്ലണില്ലേ, അങ്ങോട്ട് തൂരിക്കിടുകയാണ്. നമ്മൾ ഉദൂഹിയത്ത് അർക്കുന്ന മാതിരി എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നല്ല, അത് തിന്നാൻ പാടില്ല, അങ്ങോട്ട് കളയാണ്. അത് തന്നെ അതൊക്കെ ഈ ഇങ്ങനത്തെ കുടുക്കിൽ പോയിട്ട് പെടുന്നതാണ്. അത് തന്നെയുമല്ല അഹ്ദിഹിമുർ റിബ അവർ പലിശ സ്വീകരിച്ചു. വ കദ്നുഹു അൻഹു അത് അവർക്ക് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ബൈബിളിൽ നമുക്ക് ഈ പഴയ നിയമം, നമ്മൾ തോറ എന്ന് പറയുന്ന ഈ പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ ഈ പലിശ നിരോധിച്ച നിരവധി ഭാഗങ്ങൾ നമുക്ക് കാണാം. പലിശ നിരോധിച്ച നിരവധി ഭാഗങ്ങൾ നമുക്ക് കാണാം. അതായത് നിന്നോടൊപ്പമുള്ള എൻ്റെ ജനങ്ങളിൽ നിന്ന് പാവപ്പെട്ടവന് നീ കടം കൊടുത്താൽ ഉത്തവർണനെ പോലെ നീ പെരുമാറരുത്, അയാളിൽ നിന്ന് പലിശ വാങ്ങരുത്. ഇത് പുറപ്പാട് 22-25 നമുക്ക് ആ സംഭവം കാണാം. നിന്റെ സഹോദരൻ നിർധനനും ഉപജീവനത്തിന് വകയില്ലാത്തവനും ആയിത്തീരുന്ന പക്ഷം നീ അവനെ പുലർത്തണം. അയാൾ പരദേശിയെപ്പോലെയോ പ്രവാസിയെപ്പോലെയോ നിൻ്റെ കൂടെ ജീവിക്കട്ടെ, അയാളോട് പലിശ വാങ്ങരുത്. ഇതൊക്കെ കൃത്യമായി തൗറാത്തിൽ ഇവർ തോറ എന്ന് പറയുന്ന തൗറാത്ത് എന്ന് പറയുന്ന പഴയ നിയമത്തിൽ ഇപ്പോഴും ഉള്ള സംഗതി. ഇങ്ങനെ നിരവധി കുറേ ഉണ്ട്, കുറച്ചൊന്നുമല്ല. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഈ പലിശ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് കാണുക ഈ കൂട്ടരെയാണ് ഈ പലിശയുടെ ഏറ്റവും വലിയ ആളുകൾ, പ്രൊമോട്ടർമാരായിട്ട് നമ്മൾ കാണുക. അവരെന്താ ചെയ്തെന്ന് സംഭവം എന്താ ചോദിച്ചാൽ അത് അവരുടെ വംശത്തിൽ മാത്രം ഒതുക്കി. ഞങ്ങളുടെ വംശത്തിൽ നിന്ന് ഞങ്ങൾ പലിശ വാങ്ങാൻ പാടില്ല, വേറെ ആരോടും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഞങ്ങളുടെ വിഷയം എന്താ ചോദിച്ചാൽ ഞങ്ങൾ മാത്രമാണ്, ഞങ്ങൾക്ക് സേവകരായിട്ടാണ് ഈ ലോകത്തെ ബാക്കിയുള്ളവരൊക്കെ. അതായത് എന്താണോ ബ്രാഹ്മണിസം, ഈ പറയുന്ന സാധനമൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളുടെ സേവകരാണ്, ഞങ്ങൾ യജമാനന്മാരാണ്,
ഞങ്ങൾക്ക് സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകം ദൈവം ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള ജന്തുജാലങ്ങളൊക്കെ പോലെ നിങ്ങളും ബാക്കിയുള്ളവരും ഞങ്ങളെ സേവകരാണ്, ഞങ്ങളുടെ അടിമകളായിട്ട് നിൽക്കുക. ഇതാണ് ഈ വംശീയത എന്ന് പറയുന്നത്. ഈ വംശീയതക്കനുസരിച്ചാണ് അവർ ഈ തൗറാത്തിലെ മുഴുവൻ കാര്യങ്ങളെയും അവർ വ്യാഖ്യാനിച്ചെടുത്തത്. അവർക്ക് അതാണ് ഫലാ യൂമിനൂന ഇല്ലാ കലീല. അതിനാവശ്യമുള്ളത് മാത്രമേ അവർ വിശ്വസിക്കുള്ളൂ. അതിൻ്റെ അപ്പുറമുള്ളതൊക്കെ വാളിൻ്റെ ഉറകട്ട കാര്യം പറഞ്ഞ മാതിരി വാളല്ലാത്തൊന്നും അതിലിടാൻ അവർ കൂട്ടാക്കില്ല, വേറൊന്നും അതിൽ കയറ്റി വെക്കില്ല. അവരുടെ താല്പര്യം സംരക്ഷിക്കുക, അവരുടെ ഭൗതിക ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തുക, ഇതിനനുസരിച്ച് അവർ എല്ലാ നിയമങ്ങളെയും അവർ വ്യാഖ്യാനിച്ചു. ഇതൊക്കെ മുസ്ലിമീങ്ങളിലേക്കും പിന്നീട് കടന്നു വന്നു. ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നു. അതിന് പൗരോഹിത്യം അതിൻ്റെ എല്ലാ ലെവലിലും അതിന് കൂട്ടുനിന്നു. വഖദ്നുഹു അൻഹു വ അക്ലിഹിം അംവാലന്നാസ് ബിൽ ബാത്തിൽ. യാതൊരു ന്യായവുമില്ലാതെ ജനങ്ങളുടെ മുതലുകൾ അവരങ്ങ് തിന്നു. അവരിന്നും അതങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ലോകത്തിലെ അതിസമ്പന്നരൊക്കെ ആയി വളർന്നത് ഈ ജനങ്ങളുടെ മുതൽ അന്യായമായി ഈ പലിശയിലൂടെയൊക്കെ കയ്യിൽ ആക്കിയിട്ട് അങ്ങനെയാണ് അവർ വലിയ വലിയ സമ്പന്നരായിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായിട്ടൊക്കെ അവർ കൂടുന്നത്. പക്ഷേ അവർക്ക് വാത്തതിനാലിൽ കാഫിരീന മിൻഹും അദാബൻ അലീമ. അവരിൽ നിന്ന് ഇതൊക്കെ നിഷേധിച്ച ഈ അള്ളാഹുവിൻ്റെ ആയാത്തുകളെയൊക്കെ നിഷേധിച്ചവർക്ക് വേദന മാത്രം ബാക്കിയാവുന്ന ശിക്ഷ അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. ഒരു വേദനയിൽ നിന്ന് മറ്റൊരു വേദനയിലേക്ക് പോവുക എന്നല്ലാതെ ആശ്വാസത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് പോവാത്ത ഒരു ലോകം അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ലാക്കിനി റാസിഖൂന ഫിൽ ഇൽമി, ഇൽമിൽ അടിയുറച്ച ഒരു വിഭാഗം അവരിലുണ്ട് എന്ന് ഒഴിവാക്കി പറയാം. അത് ഖുർആൻ്റെ പതിവായ ഒരു രീതിയാണ്. അത് ഒരാളോ രണ്ടാളോ ആണെങ്കിൽ പോലും അള്ളാഹു അവരെ മാറ്റി നിർത്തിയിട്ടേ വർത്തമാനം പറയുള്ളൂ. കാരണം ആ ചണ്ടികളായ ആ ജനങ്ങളെയൊക്കെ ഒക്കെ വില അതിലുള്ള ഈ ഒന്നിനാണ്. അതുകൊണ്ട് തന്നെയാണ് അത് അള്ളാഹു മാറ്റി പറയും. അതിലാ ഒന്നേ ഉള്ളതെങ്കിൽ അതിനെക്കുറിച്ച് മുണ്ടണ്ട എന്ന് അള്ളാഹു ഒരിക്കലും തീരുമാനിക്കുകയില്ല, അത് എടുത്തു പറയും. ലാക്കിനി റാസിഖൂന ഫിൽ ഇൽമി, റസഖ എന്ന് പറഞ്ഞാൽ വേരാഴുത്ത്, അടിയുറക്കുക എന്നൊക്കെയാണ്. അതായത് അറിവ്. ഈ യഹൂദ സമൂഹത്തിൽ അറിവ് കുറവുണ്ടായതിൻ്റെ ഒരു പ്രശ്നം ഏത് കാലത്തുമില്ല. ധാരാളം പണ്ഡിതന്മാരുള്ള സമൂഹമാണ് അവർ അവരുടെ ചരിത്രങ്ങൾ മുഴുവൻ എഴുതി വെച്ച് തലമുറകളിലേക്ക് കൈമാറുന്നവരാണ്. നമ്മുടെ മാതിരി രണ്ട് വല്യാപ്പാടെ പേര് നിശ്ചയില്ലാത്തവരൊന്നല്ല അവർക്ക് ഇതൊക്കെ കൃത്യമായിട്ട് അറിവ് അക്കാഡമിക്കലായിട്ട് തന്നെ അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന സമൂഹമാണ് അവരുടെ ഡാറ്റ അല്ല DNA ബാങ്ക് വരെ അവരുടെ കയ്യിലുണ്ട്. ഓരോരുത്തരുടെയും ഇത്ര ശതമാനം DNA ഉണ്ട്. അതൊക്കെ പരിശോധിച്ചിട്ടാണ് അവർ ഈ ഇസ്രായേലിൽ പൗരത്വം കൊടുക്കണത് തന്നെ. അപ്പോൾ അത്രയും ഗംഭീരന്മാരായ പഹയന്മാരൊക്കെ ഉള്ളവരാണ് അവർ. ഇൽമ് കുറഞ്ഞതല്ല. പക്ഷെ എന്തില്ല, ഈ ഇൽമ് തഖ്വയായി മാറ്റിയവർ ഇല്ല. അതാണ് ആ മാറ്റിയവർക്കാണ് ഇവിടെ റാസിഖൂന ഫിൽ ഇൽമ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ർസുഖ്നാ ഇൽമൻ നാഫിഅ എന്നൊക്കെ പറയുന്നത്. നമ്മൾ വെറും ഇൽമ് തരാനല്ല നമ്മൾ പറയുന്നത്. വെറും ഇൽമ കൊണ്ട് ഒരു കാര്യമില്ല. നാഫിഅയ ഇൽമ് വേണം. ആ ഉപയോഗം തഖ്വയാക്കി മാറ്റാൻ പറ്റണം. അങ്ങനെ തഖ്വയാക്കി മാറ്റാൻ പറ്റിയ ആളുകൾ അതിൽ വളരെ കുറച്ചേ ഉള്ളൂ. അതിലാണ് നമ്മൾ അബ്ദുല്ലാഹിബ്നു സലാം അങ്ങനത്തെ ഒക്കെ ചില പേരുകൾ നമ്മൾ പറയാം. അങ്ങനത്തെ ആളുകൾ അവരിലുണ്ട്. വൽ മുഅ്മിനൂന, അങ്ങനത്തെ വലിയ അറിവില്ലെങ്കിലും അതിൽ അവരെപ്പോലെ വിശ്വസിച്ച സാധാരണ വിശ്വാസികളുമുണ്ട്. അതാണ് വൽ മുഅ്മിനൂൻ. അവർ യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നു ബിമാ ഉൻസില ഇലൈക്ക, നിന്നിൽ അവതരിച്ചതും നിനക്ക് അവതരിച്ചതും, വമാ ഉൻസില മിൻ ഖബലിക, അവരുടെ മുമ്പ് അവർക്ക് അവതരിച്ച തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ അവർ വിശ്വസിക്കുന്നു. ഇവിടെ ഇനി പറയുന്നത് വൽ മുഖീമീന സ്വലാ എന്നാണ് കേട്ടോ. സാധാരണഗതിയിൽ വൽ മുഅ്മിനൂന യുഅ്മിനൂന എന്ന് പറയുന്ന അതിനോടാണ് ഈ മുഖീമിയുടെ ബന്ധം. അപ്പോൾ സാധാരണ അറബി ഭാഷാ നിയമം അനുസരിച്ച് മുഖീമൂന എന്ന് പറയണം. മുഖീമൂന എന്നാണ് പറയേണ്ടത്. കാരണം അത്ഫ് മാത്തൂഫിനോട് തുടരുക എന്നാണ് പറയാം. ഏതൊന്നിനോടാണോ സമാപിച്ചത് അതേ ഹർക്കത്തിൻ്റെ ആ സിസ്റ്റം ഇതിനും വേണം. പക്ഷേ ഇവിടെ ഖുർആൻ മുഖീമീന സ്വല എന്നാണ് പറയണത്. എന്തിനാന്ന് ചോദിച്ചാൽ അറബി ഭാഷയിൽ തന്നെ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതായത് ഗ്രാമർ തെറ്റിച്ചിട്ട് സവിശേഷമായ അർത്ഥമുണ്ടാക്കുക. ഖുർആൻ്റെ രീതി അതുമാത്രമല്ല, ഗ്രാമർ തെറ്റിച്ചിട്ടുമല്ല, ചില അക്ഷരങ്ങൾ തെറ്റിച്ചിട്ട്
ചില അക്ഷരങ്ങൾക്ക് വേറെ രൂപം നൽകിയിട്ടൊക്കെ സവിശേഷമായ അർത്ഥം ഉൽപ്പാദിക്കുന്ന പരിപാടി ഖുർആൻ പലയിടത്തുണ്ട്. നമ്മൾ റഹ്മത്തിനൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു 2 വിധം താഴെഴുതുന്നുണ്ട്. അത് അറബി ഭാഷയിലുള്ളതല്ല, അത് ഖുർആൻ്റെ സവിശേഷമായ രീതിയാണ്. അങ്ങനെ പലയിടത്തും ഖുർആൻ അത് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ വൽ മുഖീമീന സ്വലാ എന്ന് പറയുമ്പോൾ ഈ മുഖീമീന സ്വലാത്തക്ക് സവിശേഷമായ രൂപമുണ്ട്. നേരത്തെ നമ്മൾ മുനാഫിക്കുകളൊക്കെ കുറിച്ച് പറഞ്ഞല്ലോ, കാമു കുസാലാന്ന്. അവർ മടിയോടെയാണ് നമസ്കാരത്തിന് നിൽക്കുക. എങ്ങനെയെങ്കിലും അതിന് ഒഴിവായി കിട്ടാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ തുണി ഇപ്പോൾ വെടുപ്പില്ല, അങ്ങനെയാണ് ഞാനിപ്പോൾ കുളിച്ചിട്ടഞ്ഞ് ചെയ്യുമോ, അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാകാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ അതാ നോക്കുക. ഇവിടെ അങ്ങനല്ല. ഈ റാസിഹീങ്ങളായ ആളുകളെ സാധാരണ മനുഷ്യർക്ക് തിരിച്ചറിയാനുള്ള ഒരു ലക്ഷണമാണ് അവർ ഇഖാമത്തുസ്സലാത്ത് ചെയ്യുന്നത്. ഇത് കുത്തിയിരുന്ന് നിസ്കരിക്കും എന്നുള്ളതല്ല അതിൻ്റെ കേട്ടോ, കുടിയിരുന്ന് നിസ്കരിക്കുന്നല്ല. മുഖീമീന സ്വലാത്ത എന്ന് പറഞ്ഞ സവിശേഷമായൊരു രൂപമുണ്ട്. അത് ജമാഅത്തും പള്ളിയുമായി ബന്ധപ്പെട്ടതാണ്. അതിലൂടെയാണ് അവരെ ബാക്കിയുള്ളവർ തിരിച്ചറിയുക. ബാക്കിയുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഏക പരിപാടിയും അതാണ്. അതിൽ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇത് വേറെ സംഭവമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അവിടെ ആ ഗ്രാമർ തെറ്റിച്ചിട്ട് അവിടെ മുഖീമീന സ്വലാ ഇനി പറഞ്ഞ് നോക്കിയേ വൽ മുഅ്തൂന സക്ക കണ്ട, അവിടെ ഈ ഗ്രാമർ അതേപോലെ പോവുക, അതേപോലെ പോവുക. ഈ ഇവിടെ തെറ്റിയത് അവിടെ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ സക്കാത്ത് ഇപ്പോൾ ഒരാൾ എന്നും കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല, അതിൽ കൂടെ ഒരാളങ്ങനെ തിരിച്ചറിയാനും പറ്റില്ല. പക്ഷേ ഈ നമസ്കാരം അങ്ങനെയല്ല. നമസ്കാരം 5 വക്തും നമ്മൾ ഇത് ഹാജരാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയാനുള്ള നല്ല മാർഗ്ഗം, അത് എങ്ങനെയാണ് അയാൾ കൈകാര്യം ചെയ്യുന്നത് നോക്കിയാൽ അയാൾക്ക് മനസ്സിലാക്കാം ഇത് ഏതാണ് സാധനം എന്ന്. വൽ മുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക. അത് ഏതായാലും ഇപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയ സംഭവമല്ല. കാരണം അയാൾ പറയുന്നത് മനസ്സിലാക്കുക എന്നുള്ളത് അയാളുടെ ഉള്ളിലേക്കൊന്നും കയറിയിട്ട് ഇതെന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല. ഉലായിക സനുഅ്തീഹിം അജ്റൻ അളീമ, അയാൾ ഏത് വിഭാഗത്തിലാണോ, യഹൂദനാണോ ക്രിസ്ത്യാനിയാണോ സഹാബിയാണോ അതൊന്നും അള്ളാഹു നോക്കുകയില്ല. അള്ളാഹുവിൻ്റെ അടുത്ത് വാല്യൂ എന്ന് പറയുന്നത് അയാൾ ഏത് വംശമാണ് എന്നുള്ളതൊന്നുമല്ല, എന്താണ് അയാളുടെ ക്വാളിറ്റി എന്നുള്ളതാണ്. അതിനനുസരിച്ച് സനുഅ്തീഹിം അജ്റൻ അളീമ, അതിമഹത്തായ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകും. നമുക്ക് നിർത്താം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.